BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. 4 മാസത്തിനിടെ കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത് 20 കോടി രൂപ. ഷെയർ ട്രേഡിംഗ് ആപ്പുകൾ, കൊറിയർ തട്ടിപ്പ്, വ്യാജ വിദേശ കറൻസി ഇടപാട് എന്നിവ വഴിയും അന്തർ സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ED, CBI അടക്കമുള്ള ഏജൻസികളുടെ പേരിലുമാണ് വൻതോതിൽ തട്ടിപ്പ് നടക്കുന്നത്. സിറ്റി പോലീസ് പരിധിയിലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വ്യാജ കറൻസി ഇടപാടുകളുടെ പേരിൽ IT കമ്പനിയുടെ 7 കോടി, കൊറിയർ തട്ടിപ്പ് വഴി നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വ്യക്തിയിൽ നിന്ന് 5 കോടി, സെൻട്രൽ പോലീസ് പരിധിയിൽ 3.5 കോടി, മരട് പോലീസ് പരിധിയിൽ 6 കോടി എന്നിങ്ങനെയാണ് വിവിധ വ്യക്തികളിൽ നിന്ന് തട്ടിയെടുത്തത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള സംഘങ്ങളാണ് ഇത്തരം തട്ടിപ്പിന് പിന്നിൽ. ഇതിനായി സമൂഹ മാധ്യമങ്ങളിലെ വിവിധ സൗകര്യങ്ങളും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പോലീസ് യൂണിഫോം അണിഞ്ഞ് ഓഫീസ് സംവിധാനം അടക്കം സജ്ജീകരിച്ചാണ് വീഡിയോ കോളിലൂടെ ഇവർ ഇരകളെ ഭീഷണിപ്പെടുത്തുന്നത്. ഇതോടൊപ്പം ED, CBI അടക്കമുള്ള ഏജൻസികളുടെ പേരിലും ഇരകളെ വലവീശുന്നു. പരാതി നൽകുന്നതിൽ വരുന്ന കാലതാമസം ഇവർക്ക് സഹായകരമാവുകയാണ്. ഇതോടൊപ്പം പുതുതലമുറ ബാങ്കുകളുടെ മാനേജർമാർ അടക്കമുള്ളവരുടെ സഹായങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്ന സംശയവും പോലീസിനുണ്ട്. തട്ടിപ്പു സംഘം അന്തർ സംസ്ഥാനക്കാരായതിനാൽ ഇവരെ കണ്ടെത്തി പിടികൂടാൻ പോലീസിന് പരിമിതികളുണ്ട്. എങ്കിലും നിരവധി പരാതികളിൽ പണം തിരികെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. വ്യാപക ഓൺലൈൻ തട്ടിപ്പിൽ ഇരയാക്കപ്പെടാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ. വ്യാജ ഫോൺ കോളുകളിൽ കുരുങ്ങാതിരിക്കലാണ് പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു അന്വേഷണ ഏജൻസിയും വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടില്ല. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള വീഡിയോ കോളുകൾ അറ്റൻഡ് ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത ലോൺ ആപ്പുകൾ ഉൾപ്പെടെയുള്ളവ ഇൻസ്റ്റാൾ ചെയ്യരുത്. ബാങ്കിൽ നിന്നാണെന്നോ കസ്റ്റമർ കെയറിൽ നിന്നാണെന്നോ പറഞ്ഞ് വിളിച്ച OTP നമ്പറുകൾ അടക്കം ചോദിക്കുന്ന തട്ടിപ്പുകളിലും വീഴരുത്. ഇനി അബദ്ധത്തിൽ പണം നഷ്ടമായാൽ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിശദവിവരങ്ങൾ സഹിതം പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന പേരിൽ യുവാവിനെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി കാർ കവർന്നുവെന്ന പരാതിയിൽ നിരവധി കേസുകളിലെ പ്രതിയായ സൈജു തങ്കച്ചൻ അറസ്റ്റിൽ. 2021 മോഡലുകളായ 2 യുവതികൾ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് സൈജു തങ്കച്ചൻ. കൊച്ചിയിലെ ഡ്രീം ലാൻഡ് വ്യൂ എന്ന ഹോട്ടലിലേക്ക് അഭിനന്ദ് എന്നയാളെ വിളിച്ചു വരുത്തി സൈജുവും സുഹൃത്ത് റെയ്സിന്റെ ഭാര്യ റമീസ് എന്നിവർ ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും അഭിനന്ദിന്റെ ഹോണ്ട അമേസർ കാർ കവർച്ച ചെയ്യുകയും ചെയ്തു എന്ന കേസിലാണ് നടപടി. മോഡലുകൾ കൊല്ലപ്പെട്ട കേസ് കൂടാതെ മയക്കുമരുന്ന് കേസുകളിലും പോക്സോ കേസിലും പ്രതിയാണ് സൈജു തങ്കച്ചൻ. എറണാകുളം ടൗൺ, സൗത്ത് പാലാരിവട്ടം, ഇൻഫോ പാർക്ക്, പനങ്ങാട്, മരട്, ഫോർട്ട് കൊച്ചി, തൃക്കാക്കര, ഇടുക്കി, വെള്ളത്തൂവൽ തുടങ്ങിയ നിരവധി സ്റ്റേഷനുകളിൽ സൈജുവിനെതിരെ കേസുകൾ നിലവിലുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ ദുബായ് സെക്ടറിൽ നിന്നും കേരളത്തിലേക്ക് ആരംഭിക്കുന്ന യാത്രാ കപ്പൽ സർവീസ് കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെടുത്തി നടപ്പാക്കുന്ന നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിയമസഭയെ അറിയിച്ചു. KN ഉണ്ണികൃഷ്ണൻ MLA സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കണമെന്ന പ്രവാസി മലയാളികളുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് മാരിടൈം ബോർഡ് ഇതിനായുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇത്തരത്തിൽ കപ്പൽ സർവീസ് നടത്താൻ താൽപര്യമുള്ള കമ്പനികളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുകയും താൽപര്യം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന വൈറ്റ് സീ പ്രൈവറ്റ് ലിമിറ്റഡ്, ജാബൽ വെഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 2 കമ്പനികളുമായും ബോർഡ് ചർച്ച നടത്തുകയും ചെയ്തു. പൊതുമരാമത്തിന്റെ മാത്രമല്ല മെട്രോ സ്മാർട്ട് സിറ്റി, കൊച്ചി കോർപ്പറേഷൻ, വിശാല കൊച്ചി വികസന അതോറിറ്റി എന്നിവയ്ക്ക് കീഴിൽ വരുന്ന റോഡുകളിലെ അറ്റകുറ്റപ്പണി ഉടൻ ആരംഭിക്കണമെന്ന് ഹൈക്കോടതി. നഗരത്തിലെ നടപ്പാതകളുടെ ശോചാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. മഴക്കാലമായിട്ടും നടപ്പാതകൾ അപകട ഭീഷണി ഉയർത്തി തുടരുകയാണ്. കാൽനടക്കാർ അനുഭവിക്കുന്ന ദുരിതം അലോസരപ്പെടുത്തുന്നതാണ്. കാൽനടക്കാർക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കുറഞ്ഞപക്ഷം നടപ്പാതകൾ നടക്കാൻ പറ്റുന്ന രൂപത്തിലെങ്കിലും മാറ്റണമെന്നും ജസ്റ്റിസ് ഡേവിഡ് രാമചന്ദ്രൻ പറഞ്ഞു. നടപ്പാതകൾ പോലെ റോഡിന്റെ മറ്റു ഭാഗങ്ങളും പൂർണ്ണമായും ഉപയോഗയോഗ്യമായ അവസ്ഥയിലല്ല. കോടതിയുടെ പല ഉത്തരവുണ്ടായിട്ടും ഈ വിഷയത്തിന് അധികൃതർ മുൻഗണന നൽകുന്നില്ല. പൗരന്മാരുടെ ജീവൻ അപകടത്തിലാകുമ്പോഴും ഫണ്ടില്ലെന്ന ന്യായം അധികൃതർക്ക് തുടരാൻ കഴിയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല.
ഭിന്നശേഷിക്കാർക്ക് സഞ്ചരിക്കാൻ യോജിച്ച ഇടങ്ങളിലെന്നും ഉള്ളവ തന്നെ വേണ്ടവിധം സംരക്ഷിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം MG റോഡിലെ കാനകളും നടപ്പാതകളും പുതുക്കി പണിയാൻ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചു. ഓപ്പറേഷൻ ഫുട്പാത്ത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും ഹാജരാക്കി. കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ നാഗർകോവിൽ എറണാകുളം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ കുട്ടികൾക്കായി സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. 50-ലധികം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തിയ കുട്ടികളിൽ ഹൃദയ ശസ്ത്രക്രിയയോ മറ്റ് ചികിത്സകളോ ആവശ്യമായ കുട്ടികൾക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ സൗജന്യമായി നടത്തുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദീഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ടാണ് താരം എത്തുന്നത്. കൊക്കോ പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദീഖിനെതിരെ മത്സരിച്ചത്. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് സിദ്ദീഖ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അമ്മയുടെ 3 വർഷത്തിലൊരിക്കലുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണിത്. കടൽക്കയറ്റ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് തീരദേശപാത ഉപരോധിക്കാനൊരുങ്ങി ചെല്ലാനം കൊച്ചി ജനകീയ വേദി. കണ്ണമാലിയിൽ കൂടിയ ജനകീയ വേദിയുടെ സംയുക്ത പൊതുയോഗത്തിലാണ് കണ്ണമാലി പോലീസ് സ്റ്റേഷന് സമീപമുള്ള ജനകീയ വേദി സമരപ്പന്തൽ പ്രദേശത്ത് ഉപരോധം നടത്താൻ തീരുമാനിച്ചത്. കൊച്ചിൻ പോർട്ട് ഡ്രഡ്ജ് ചെയ്ത് പുറംകടലിൽ തള്ളുന്ന മണ്ണും ചെളിയും തീരത്ത് നിക്ഷേപിച്ച തീരം പുനർനിർമ്മാണം സാധ്യമാണെങ്കിലും അത്തരം സാധ്യതകളൊന്നും പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് ദുരൂഹമാണെന്നും ഭാരവാഹികളായ VT സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സാരഥി, സുജാ ഭാരതി, ജോസഫ് ജയൻ കുന്നൽ എന്നിവർ പറഞ്ഞു. സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരം നടത്താനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കടൽക്കയറ്റ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് 2019 മുതൽ ജനകീയ വേദി സമര രംഗത്താണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.